നമസ്കാരം. 2023 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2022 അവസാനിക്കുന്നു. 2022 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു മഹാവ്യാധി ഒന്ന് ഒതുങ്ങിയിട്ട് ആളുകളൊക്കെ ഒന്ന് നോർമലായ ഒരു സമയമായിരുന്നു 2022 അവസാനമായപ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഓടിച്ചൊരു വർഷം കൂടിയാണ് 2022. അതായത് വാഹനങ്ങളുടെ വൈവിധ്യങ്ങൾ നമ്മൾ നിരത്തിൽ കണ്ടൊരു വർഷം കൂടിയാണ് 2022. ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങി, ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഓടിച്ചു. അതായത് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കും വീഡിയോ ചെയ്യാൻ പറ്റി, പല മീഡിയ ഇവന്റുകളിൽ പങ്കെടുക്കാൻ പറ്റി. അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു വണ്ടികളിലൊക്കെ വീഡിയോ ചെയ്തിട്ട് നമുക്ക് അതേ സമയത്ത് അവരുടെയൊക്കെ കൂടെ പബ്ലിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ വണ്ടിപ്രാന്തന്റെ നേട്ടമായിട്ട് ഞാൻ കാണാണ്. അതായത് ഒരുപാട് വണ്ടികളൊന്നും നമ്മൾ ഓടിച്ചിട്ടില്ലെങ്കിലും ചില വണ്ടികൾ, നിരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ചില വണ്ടികളൊക്കെ നമ്മൾ ഓടിച്ചു എന്നുള്ളത് തന്നെയാണ് 2022 ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് 2023 തുടങ്ങുന്നത് 2022 ആ ഒരു ഓടിച്ച വണ്ടികളിലെ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല 2 വണ്ടികൾ ഏതൊക്കെയാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പല മാഗസീനുകളിലും പല TV ചാനലുകളിലും പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് കാർ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ബൈക്ക് ഓഫ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇവന്റുകൾ അല്ലെങ്കിൽ പല ആർട്ടിക്കിളുകൾ. അതിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ഒക്കെ ചില ആളുകളിലെങ്കിലും ഒക്കെ ആ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇവന്റ് എന്ന് പറയുന്നത് കമ്പനികളുടെ ആ ഒരു പ്രശംസ പിടിച്ചു പറ്റാനായിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധ കിട്ടാനായിട്ടും അതുപോലെ സ്പോൺസർഷിപ്പിനും ഒക്കെ വേണ്ടി ആയിരിക്കണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹാച്ച് ബാക്ക് ഓഫ് ദി ഇയർ എന്നും അല്ലെങ്കിൽ സെഡാൻ ഓഫ് ദി ഇയർ എന്നും SUV ഓഫ് ദി ഇയർ എന്നും പറഞ്ഞിട്ട് പലവിധ കാറ്റഗറികൾ എല്ലാ വണ്ടികളും അല്ലെങ്കിൽ എല്ലാ കമ്പനികളുടെ വണ്ടികളും അവരൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമുക്ക് അത്രയും വലിയ ഒരു ബർഡനൊന്നുമില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓടിച്ച വണ്ടികൾ തുച്ഛമാണ് എന്നുള്ളത് തന്നെയാണ്. അതൊരു നല്ല കാര്യമാണ്. അതായത് നമ്മൾ ഓടിച്ച വണ്ടികളിൽ ഒരു ബൈക്കും ഒരു കാറും മാത്രം തിരഞ്ഞെടുത്താൽ മതിയായിരിക്കും. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടി. അതായത് ഞാൻ ഈ ഒരു 2022 ഓടിച്ച വണ്ടികളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് വണ്ടികളുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മികച്ച കാറോ അല്ലെങ്കിൽ മികച്ച ബൈക്കോ എന്നുള്ള ആ ഒരു ലിസ്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ കുറച്ച് എക്സാമ്പിൾസ് പറയാം ഞാൻ ഓടിച്ച വണ്ടികളുടെ കാര്യങ്ങൾ. കിയ കാരൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ കണ്ടിരുന്ന MPVകളും അല്ലെങ്കിൽ MUVകളും പോലുള്ള ഒരു വണ്ടിയല്ല എന്നുള്ളതാണ്. കാര്യമായിട്ടുള്ള ലുക്സും നല്ല ഭംഗിയുള്ള അകത്തളവും ഒക്കെ കിയ കാരൻസിനെ വേറിട്ട് നിർത്തി 2022. ഇനി ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ 3 റോകളും അത്യാവശ്യം യൂസ്ഫുൾ ആണെന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. അത് മാത്രമല്ല ഓടിക്കാൻ ഉതകുന്ന എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനോട് ഇപ്പോൾ DCT അല്ലെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് പോലുള്ള കാര്യങ്ങളൊക്കെ കിയ കാരൻസിൻ്റെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു സ്പെസിഫിക്കേഷനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് കിയ കാരൻസ് ഈ ഒരു വർഷത്തിൽ ഓടിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ ഓടിച്ച വണ്ടികൾ മികച്ചതാവുന്നു എന്നുള്ളത് ആ ഒരു യൂസബിലിറ്റി തന്നെയാണ്. ഡ്രൈവബിലിറ്റിയും യൂസബിലിറ്റിയും കൊണ്ടുനടക്കാനുള്ള ആ ഒരു ഈസിനെസ്സും ഫ്യൂവൽ എഫിഷ്യൻസിയും അതുമാത്രമല്ല ഇൻട്രൊഡ്യൂസറി ആയിട്ടുള്ള ആ ഒരു കുറഞ്ഞ പ്രൈസും ഒക്കെ തന്നെയാണ് കിയ കാരൻസിൻ്റെ ആ ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. ഓടിക്കാൻ രസമുള്ള വണ്ടി, വെന്റിലേറ്റർ സീറ്റ് പോലുള്ള ഫീച്ചേഴ്സുള്ള വണ്ടി, സൺറൂഫുള്ള വണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് MPVയുടെ ആ ഒരു സെഗ്മെൻറ്റിൽ. അതുമാത്രമല്ല കാഴ്ചയ്ക്ക് ആ ഒരു കാലികമായ രൂപവും ആ ഒരു കിയ കാരൻസിനെ വേറിട്ട് നിർത്തുന്നുണ്ട്. രണ്ടായിരത്തി 2022 വന്ന മാരുതി സുസുക്കി ബലെനോ, നെക്സ വഴിക്കുന്ന ബലെനോയ്ക്ക് മാറ്റങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതായത് മുൻവശം മാറിയിട്ടുണ്ടായിരുന്നു, പിൻവശം മാറിയിട്ടുണ്ടായിരുന്നു, അകത്താണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് വന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നു. പക്ഷേ അപ്ഗ്രേഡ് എന്നതിനേക്കാൾ ഉപരി ഡൗൺഗ്രേഡിലേക്ക് പോയ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് AMT ആയി CVT എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നൊരു കാര്യത്തിൽ കാര്യമായിട്ടുള്ള നേട്ടമുണ്ടായി ഈ ഒരു വണ്ടിക്ക്. അതിപ്പോൾ LED ഹെഡ്ലാംപ്സിൻ്റെ അല്ലെങ്കിൽ LED ടൈൽ ലാംപ്സിൻ്റെയും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്, ആ ഒരു കാഴ്ചയുടെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. പൊതുവേ ഒരു വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മികച്ചൊരു വണ്ടി എന്ന നിലയിലേക്ക് ബലെനോ മാറി എന്നുള്ളത് തന്നെയാണ്. അതായത് വൃത്തിയുള്ള സീറ്റ്, നല്ല ബോൾസ്റ്റിങ്ങുള്ള സീറ്റും അതുമാത്രമല്ല ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC പോലുള്ള കാര്യങ്ങൾ, ക്രിയേച്ചർ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഇവയൊക്കെ തന്നെയും കൂടുതൽ കാര്യക്ഷമമായി അല്ലെങ്കിൽ ആ ഒരു കൂടിയ വിലയ്ക്ക് ആ ഒരു വില സാധൂകരിക്കപ്പെട്ടു എന്നുള്ളതും 360 ക്യാമറ പോലുള്ള കാര്യങ്ങൾ സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്നെണ്ണം ഈ ഒരു വണ്ടിയിൽ വന്നു എന്നുള്ളതും, അതായത് ഈ ഒരു കാറ്റഗറി കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടി കണ്ടു. അതായത് ഇപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണെങ്കിലും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബലെനോയിൽ കണ്ടു. ബലെനോ എന്ന് പറയുന്നത് തീർത്തും ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു കാറായി മാറി എന്നുള്ളത് തന്നെയാണ് 2022 വന്ന പുതിയ ബലെനോയുടെ ഒരു കാര്യമായിട്ടുള്ള കാതലായ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി ഒരു വലിയ കാര്യമാണ്. ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT 1.2 ലിറ്റർ K സീരീസ് എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള എഞ്ചിനാണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ഒരു മാരുതി സുസുക്കിയുടെ 4 സിലിണ്ടർ എഞ്ചിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ്ലി റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള നല്ല എഞ്ചിനുകളാണ് എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. അതൊക്കെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രൈവും കൂടാതെ AMT അല്ലെങ്കിൽ ആ ഒരു മാനുവൽ കോൺഫിഗറേഷനുള്ള ഗിയർ ബോക്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സംഗതി അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാമെന്നുള്ളതും ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ടൊരു കാറ് നമുക്ക് ഒരു ഫാമിലി യൂസിന് തക്കവണ്ണം ഉതകുന്നൊരു വണ്ടി നമുക്ക് നെക്സ വഴി അത് മാരുതിയുടെ പ്രീമിയം ഓഫറിംഗ് വഴി കിട്ടുമെന്നുള്ളതൊക്കെ ബലെനോയെ കുറച്ചും കൂടി ഒരു ജനകീയമാക്കി എന്നുള്ളതിനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഇത്തിരി വലിയ വണ്ടിയായിട്ട് തോന്നുന്ന ഒരു രൂപത്തിലേക്ക് ബലെനോ മാറിയെന്നുള്ളതാണ്.
കുറച്ചു മുന്നേ ബലെനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഗ്ലാൻസിക്കും ബാധകമാണ് എന്നുള്ളതാണ്. ഒരു ഇത്തിരി കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ലുക്കാണ് ഗ്ലാൻസിക്ക്. ഒരു കാംബ്രിഷ് ഫ്രണ്ടാണ് ഗ്ലാൻസിയുടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ആ ഒരു രൂപത്തിലുള്ള മാറ്റം മാറ്റി നിർത്തിയാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ബലെനോയിട്ട് പറയാനില്ല എന്നുള്ളതാണ്. പക്ഷേ മാരുതി സുസുക്കി ബലെനോയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടൊയോട്ടയുടെ ആ ഒരു ഷോറൂമിൽ നിന്ന് വരുന്ന ഗ്ലാൻസിക്ക് ഒരിത്തിരി കൂടി സർവീസിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ വാറണ്ടിയുടെ കാര്യത്തിലൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതുമാണ് പറയാനുള്ളത്. മാരുതി സുസുക്കിയുടെ ചരിത്രത്തിൽ സൺറൂഫ് വന്ന ആദ്യ വണ്ടിയെന്ന് ബ്രസയെ പറയാം. ബ്രസ എന്ന് പറയുന്നത് വിലയുടെ കാര്യത്തിൽ ശരിക്കും ഇരട്ടി വിലയായ ഒരു വണ്ടിയാണ് ഈ ഒരു വർഷത്തിൽ. അതായത് എനിക്ക് തോന്നുന്നു 16 ലക്ഷം രൂപയാണ് ഇപ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക് മോഡലിൻ്റെ ഒരു വില എന്ന് പറയുന്നത്. അവിടെ പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ആ ഒരു 4 സ്പീഡ് ടോർക്കണ്ണോട്ട് 6 സ്പീഡായി എന്നുള്ളതും ബ്രസയെ ഒരു കാര്യമായിട്ട് പറയാം. അതായത് ബ്രസയുടെ കാര്യമായിട്ട് പറയാം. ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാഴ്ചയ്ക്ക് ഒത്തിരി വലിപ്പം കൂടുതലുള്ള ഒരു പ്രോപ്പർ SUV എന്ന നിലയിലേക്ക് ബ്രസ മാറി എന്നുള്ളതാണ്. സൺറൂഫിൻ്റെ കാര്യം പറയുമ്പോൾ സൺറൂഫ് ഒരു പുതുമയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ സൺറൂഫിൻ്റെ പുതുമയേക്കാൾ വണ്ടിയിൽ മൊത്തത്തിൽ വന്ന മാറ്റങ്ങളും ഇപ്പോൾ അകത്താണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിലും എല്ലാം പഴയ ബ്രസയുമായിട്ട് അജഗജാന്തരം എന്ന നിലയ്ക്കാണ്. അതായത് കുറച്ചുകൂടി പ്രീമിയമായ വണ്ടി, വിലയ്ക്ക് അനുസരിച്ച് പ്രീമിയമായോ എന്ന് ചോദിച്ചാൽ ആ ഒരു വിലയ്ക്ക് ഉള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാഴ്ചയ്ക്ക് ഒരു ഇത്തിരി കൂടി ഭംഗിയുള്ള ഒരു ഇത്തിരി കൂടി വലിപ്പം കൂടിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ബ്രസ മാറി. ആ ഒരു ബ്രസയും 2022 ഒരു നല്ല വണ്ടിയായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. വർഷത്തിൽ നമ്മൾ കണ്ടൊരു കാര്യമെന്ന് പറയുന്നത് കുറേയധികം പരീക്ഷണങ്ങൾ കൂടിയാണ്. അതായത് സെഡാൻ്റെ ഒരു രൂപവും കോമ്പാക്ട് SUVയുടേത് പോലുള്ള അല്ലെങ്കിൽ SUVകൾക്ക് സമാനമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസുമുള്ള സ്കോഡ സ്ലാവിയ അത്തരത്തിലൊരു പരീക്ഷണമായിരുന്നു. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ശരിക്കും ഒരു സ്കോഡയുടെ നല്ല വണ്ടി എന്ന നിലയിലേക്ക് ഈ ഒരു സ്ലാവിയയെ കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ 1.5 ആണെങ്കിലും 1 ലിറ്റർ ആണെങ്കിലും ടർബോ പെട്രോളുകൾ കൂടാതെ DCT പോലുള്ള ഓപ്ഷൻസൊക്കെ ഉള്ള ഈ ഒരു വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നല്ല രസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രോപ്പർ സെഡാൻ പോലെ അല്ലെങ്കിലും സെഡാൻ ലവേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം കൊടുത്ത വണ്ടി കൂടിയാണ് സ്ലാവിയ അല്ലെങ്കിൽ ഫോക്സ്വാഗൺ റിച്ചസ് എന്ന് പറയുന്നത്. അതായത് സെഡാനൊന്നും പോയിപ്പോയില്ലല്ലോ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഓടിക്കാൻ രസമുള്ള ഒരു വണ്ടി തന്നെയാണ് സ്ലാവിയ അല്ലെങ്കിൽ റിച്ചസ് എന്നുള്ളതാണ്. ജീപ്പ് മെറിഡിയനും ഒരു ശ്രമമായിരുന്നു. അതായത് വിജയിക്കാത്തൊരു ട്രൈ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമാണ്. കാരണം വിജയിച്ചില്ല ഒരു വണ്ടിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. 3ാമത്തെ റോ സീറ്റ് ഉണ്ടാക്കിയ ഒരു വണ്ടി, അതായത് കോമ്പസിന് 3ാമത്തെ റോ സീറ്റ് നൽകിയ വണ്ടി എന്നാണ് ലളിതമായിട്ട് ആളുകൾക്ക് ഈ ഒരു ജീപ്പിൻ്റെ മെറിഡിയനെ കണ്ടാൽ മനസ്സിലാവുക. പക്ഷേ 3ാമത്തെ റോ സീറ്റ് എന്ന് പറയുന്നത് അത്ര യൂസബിൾ അല്ല എന്നുള്ളതായിരുന്നു ഈ ഒരു വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ലുക്കിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ജീപ്പ് മെറിഡിയൻ എന്നുള്ളതാണ്. തീർത്തും ഭംഗിയുള്ള ഒരു ലുക്കാണ്. ഇപ്പോൾ ചെറോക്കിയൊക്കെ പോലെ തോന്നുന്ന, അതായത് എവിടുന്നേലൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സൈഡിൽ നിന്ന് ചെറോക്കിക്ക് ഒരു ചായ കൊടുക്കുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് ആകർഷകമാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു 2 ലിറ്റർ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ഒരു ഓടിക്കാൻ രസമുള്ള ഒരു ജീപ്പ്, അതായത് ഒരു വലിയ ബൂട്ട് സ്പേസുള്ള ഒരു ജീപ്പ് കോമ്പസ് എന്നൊക്കെയാണ് ഞാൻ ഒരു മെറിഡിയനെ കുറിച്ച് പറയാം. നമുക്ക് പരിചയമുള്ള ആളുകളോട് നമ്മൾ നിങ്ങളുടെ ആദ്യ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരമെന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ മാരുതി 800 എന്നായിരിക്കും. ആ ഒരു 800 ഇന്നത്തെ സ്ഥാനം അലങ്കരിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ അലങ്കരിക്കുന്നത് ഓൾട്ടോ കേട്ടനാണ്, പുതിയ ഓൾട്ടോ കേട്ടനാണ്. ഈ കേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഓടിക്കാനുള്ള ഫൺ ഫാക്ടർ തന്നെയാണ്. ചെറിയ വണ്ടിക്ക് കിട്ടുന്ന ഒരു ഫൺ എന്ന് പറയുന്നത് ഈ ഒരു കേട്ടനെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് മാറ്റിയിടുന്നുണ്ട്. ഓടിക്കാൻ രസമുള്ള ഒരു കുഞ്ഞൻ ഹാച്ച് ബാക്കാണ് ഓൾട്ടോ കേട്ടൻ. അപ്പോൾ ഈ ഒരു ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്നത് ഇതിന് പുതിയ ഒരു കാര്യമായിട്ട് പറയുമ്പോൾ AMT പോലുള്ള കാര്യങ്ങൾ, അതായത് ഓട്ടോമാറ്റിക് ഓപ്ഷൻ കൂടി ഉണ്ട്, സാധാരണക്കാർക്ക് കൂടി ഓട്ടോമാറ്റിക് കിട്ടുമെന്നുള്ളതും അതുമാത്രമല്ല അത്യാവശ്യം ഒരു ഫണ്ട് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നുള്ളതും ഓൾട്ടോ കേട്ടൻ്റെ കാര്യമായിട്ട് പറയാം. ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ഹൈറൈഡറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൊയോട്ട SUV ആണ് ഈ ഒരു ടൊയോട്ട അർബൻ ക്രൂസർ ഹൈറൈഡർ. എനിക്ക് ആകെ ഈ ഒരു വണ്ടിയിൽ വന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു പേരിൻ്റെ കൂടെ അർബൻ ക്രൂസർ എന്തിന് എന്നുള്ളത് തന്നെയായിരുന്നു. ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് മോട്ടറിൻ്റെയും പെട്രോൾ എഞ്ചിൻ്റെയും ഒരു സങ്കരമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ മറ്റ് പല എഞ്ചിൻ ഓപ്ഷൻസും ഈ വണ്ടി കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും ഹൈറൈഡറും ഒരു നല്ല വണ്ടിയാണ് 2022. അർബൻ ക്രൂസർ ഹൈറൈഡറും ഗ്രാൻഡ് വിറ്റാരയും തത്വത്തിൽ ഒന്ന് തന്നെയാണല്ലോ. അതായത് ഒരമ്മ പറ്റ മക്കൾ തന്നെയാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് കൂടുതലും ഗ്രാൻഡ് വിറ്റാരയെ കുറിച്ച് പറയാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഈ ഒരു വണ്ടിയാണ് നമ്മൾ കൂടുതൽ എക്സ്റ്റൻസീവായിട്ട് ഓടിച്ചെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്, മാനുവൽ, ഹൈബ്രിഡ്, ഓൾ ഗ്രിപ്പ് എന്ന് വിളിക്കുന്ന 4 വീൽ ഡ്രൈവ് എല്ലാം നമ്മൾ ഓടിച്ചത് മാത്രമല്ല ശരിക്കും ഒരു ട്രാക്കെല്ലാം മാരുതി ഉണ്ടാക്കി നമ്മളവിടെ ആ ഒരു വണ്ടിയെ കൂടുതൽ അറിയുകയും ചെയ്തു.
അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ആധികാരികമായിട്ട് ഹൈറൈഡറിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റുക ഗ്രാൻഡ് വിറ്റാരയെ കുറിച്ച് തന്നെയാണ്. മാത്രമല്ല ഗ്രാൻഡ് വിറ്റാരയുടെ ലുക്ക് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അർബൻ ക്രൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിന് കാരണം എന്ന് പറയുന്നത് ആ ഒരു മുന്നിലെ ആ ഒരു ഡിസൈനും കൂടാതെ പിന്നിലെ ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഭംഗിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഡാർക്ക് ക്രോമൊക്കെ വെച്ച് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് മാരുതി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ആ പ്രൈസ് കൂടുതൽ എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ റിലവൻ്റ് ആയി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ജസ്റ്റിഫൈഡ് ആയി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കിസാഷിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒറിജിനൽ ഗ്രാൻഡ് വിറ്റാരയുടെ കാലഘട്ടത്തിൽ പുതിയ ഒരു വിറ്റാര വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ വില കൂടിയ വണ്ടികൾ ഇറക്കാൻ മാരുതിക്ക് ഒരു ഇത്തിരി കോൺഫിഡൻസ് ആയി എന്നുകൂടി ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ തോന്നലാണ്. അപ്പോൾ ഓൾ ഗ്രിപ്പ് അടക്കമുള്ള എല്ലാ വൈവിധ്യങ്ങളുമുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഗ്രാൻഡ് വിറ്റാരയെ 2022 ഒരു മികച്ച കാറായിട്ട് മാറ്റുന്നുണ്ട്. ഇലക്ട്രിക് കാറുകൾ കൂടുതൽ കണ്ട വർഷം കൂടെ ആയിരുന്നില്ല 2022. ആ ഒരു എക്സ്പീരിയൻസിൽ വോൾവോ XC40 റീചാർജിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു ബോംബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രൈവ് തന്ന ഒരു വണ്ടിയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതായത് കാഴ്ചയ്ക്ക് ഒരു ഇത്തിരി ചെറുപ്പം തോന്നിച്ച ഒരു വണ്ടി XC40 റീചാർജ്. അതായത് XC40യുടെ തന്നെ രൂപഭാവങ്ങൾ പേർന്ന ഇലക്ട്രിക് ആയി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാഴ്ചയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാത്ത ഒരു വണ്ടി. പക്ഷേ അത് ഓടിക്കാനായിട്ട് തീർത്തും മികച്ചതായിരുന്നു. അതായത് ഇപ്പോൾ 0 to 100 ടൈമിംഗ് എടുത്താലും അതല്ല ആ ഒരു ഇനീഷ്യൽ ആ ഒരു ആക്സിലേഷൻ്റെ ഫീൽ എടുത്താലും ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റനിയസ് ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് എന്ന് പറയുന്ന പ്രീമിയം ഇലക്ട്രിക് കാറുകളിൽ മികച്ച ഒരു വണ്ടി എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു വണ്ടിയെ കാണുന്നത്. അപ്പോൾ പ്രീമിയം ഇലക്ട്രിക് കാറുകളിൽ മികച്ച ഒരു എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന വണ്ടി എന്ന നിലയ്ക്ക് വോൾവോ XC40 റീചാർജിനും 2022 മികച്ച ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്ന് പറയുന്നത് വണ്ടിപ്രാന്തനെ സംബന്ധിച്ച് പരീക്ഷണങ്ങളുടെ ഒരു വർഷം തന്നെയായിരുന്നു. ഈ ഒരു കിയ EV6 ഞാൻ പുതിയൊരു മെത്തേഡിൽ ഒരു ഇൻട്രോ പറഞ്ഞ് പരീക്ഷിക്കുക എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അതായത് കാഴ്ചയ്ക്ക് തീർത്തും കൗതുകമുള്ള ഒരു ഇലക്ട്രിക് കാറാണ് EV6. ഇപ്പോൾ ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോൾ ടോട്ടലി ഫാസ്റ്റ് ആണെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി രസമാണ് കാണാമെന്നുള്ളതും ഇത്തിരി കൂടിയല്ല ഒരു അധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടി എന്നൊക്കെയാണ് കിയ EV6നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഓടിച്ചു നോക്കിയ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത സമയത്താണെങ്കിലും തീർത്തും ആളുകളുടെ കൗതുകമൊക്കെ നേരിട്ട് കണ്ട ഒരു കാര്യം കൂടിയുണ്ട്. റോഡ് പ്രസൻസിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാലും ലക്ഷറി സെഗ്മെൻറ്റിലെ ആ ഒരു ഇലക്ട്രിക് കാർ എന്ന നിലയ്ക്ക് അത്യാവശ്യം റേഞ്ചുള്ള ഓടിക്കാൻ നല്ല ഫാസ്റ്റായിട്ടുള്ള യാത്രാസുഖമുള്ള ഒരു കാർ എന്ന നിലയ്ക്ക് EV6നെ കാണാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2022 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലൊന്ന് EV6 ആണെന്നുള്ളത് സംശയം പറയാൻ പറ്റും. ഇപ്പോൾ EV6ൻ്റെ സീറ്റുകൾക്കും കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടോളൂ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഫാസ്റ്റാണ്. കിയയുടെ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഏറ്റവും വില കൂടിയ വണ്ടി കൂടിയാണ് ഇന്ത്യയിൽ ഈ ഒരു വണ്ടി. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ടിയാഗോ EV. അതായത് EV എന്ന് പറയുന്നത് നെക്സോൺ EV ആണെങ്കിലും EV മാക്സ് ആണെങ്കിലും ഡിഗോർ ആണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരിലേക്ക് EV എന്ന കാര്യം എത്തിക്കുന്നത് ടിയാഗോ വഴിയാണല്ലോ. അപ്പോൾ ടിയാഗോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഡെയിലി സിറ്റി യൂസിലുള്ള ഒരാൾക്ക് ഉതകുന്ന റേഞ്ചും അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള ഒരു ഡ്രൈവബിലിറ്റിയും സൈലൻ്റ് ആയിട്ടുള്ള നേച്ചറും എല്ലാം തന്നെ സാധാരണ ആദ്യ കാർ വാങ്ങുന്ന ആൾക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ കാർ വാങ്ങുന്ന ആൾക്കൊക്കെ ഒരു ഇലക്ട്രിക് കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ടിയാഗോ വന്നു അല്ലെങ്കിൽ ടിയാഗോ മാറ്റി എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. ടിയാഗോ EV ഇറങ്ങാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് ബുക്കിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇൻട്രൊഡ്യൂസറി പ്രൈസ് എന്ന് പറയുന്നത് തീർത്തും ആകർഷകമായിരുന്നു. അതുകൊണ്ട് കുറേ പേര് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി എക്സ്റ്റെൻസീവായിട്ട് ഓടിക്കുന്നത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഈ ഒരു ടിയാഗോ .EV. അതായത് 2022 ഇമ്പോർട്ടൻ്റ് ആയ കാറുകളിൽ തീർത്തും ഇമ്പോർട്ടൻ്റ് ആയ കാറാണത്. ഈ ലിസ്റ്റിൽ ഹ്യുണ്ടായി എവിടെയെന്ന് ചോദിക്കേണ്ട എന്ന് പറയാൻ കാര്യം ഹ്യുണ്ടായുടെ ട്യൂസോൺ ഇവിടെയുണ്ട്. ട്യൂസോൺ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യമുണ്ട്. ഡിസൈനേഴ്സ് തമ്മിലൊരു തർക്കം ഉണ്ടായി കാണണം എത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു വണ്ടി ഉണ്ടാക്കുക എന്നുള്ളത്. തീർത്തും മികച്ച ഒരു ഡിസൈൻ എലമെൻറ്റുകളുള്ള ഒരു കാറാണത്. അതായത് നമ്മൾ റോഡിൽ കണ്ട വാഹനങ്ങളിൽ നിന്ന് അജഗജാന്തരം എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു ട്യൂസോൺ ഉള്ളത്. അതുമാത്രമല്ല ട്യൂസോണിൻ്റെ ഫീച്ചേഴ്സാണ് അതിൻ്റെ മികച്ച ഫീച്ചേഴ്സാണ്. ആ ഒരു വിലക്കത്ത ഫീച്ചേഴ്സിൻ്റെ വാഹനമാണ് ട്യൂസോൺ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു പുതുമ തേടാൻ മടിക്കുന്നത് ആളുകൾക്ക് ആ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെ വേണ്ടി വരും ഇഷ്ടപ്പെടാൻ. അതല്ലെങ്കിൽ ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല എന്നുള്ള മിഥ്യാധാരണ കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ കാർ ഡിസൈനിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ ഹ്യുണ്ടായി ആ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി. അതായത് ഒന്നും നോക്കാതെ ഒരു വണ്ടി അങ്ങ് ഉണ്ടാക്കി. ആ ഒരു വണ്ടിയാണ് ട്യൂസോൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർത്തും കാലികമായ രൂപമുള്ള എന്നല്ല പറയാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് രൂപമുള്ള വാഹനമാണ് ട്യൂസോൺ. അതുകൊണ്ട് തന്നെ 2022 ട്യൂസോണുമുണ്ട് മികച്ച ഒരു സ്ഥാനം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും വണ്ടികളല്ല 2022 നമ്മൾ ഓടിച്ചത്. പക്ഷേ 2022 ഇറങ്ങി വന്ന വണ്ടികൾ നമ്മൾ ഓടിച്ച വണ്ടികൾ ഇവയൊക്കെയാണ്. എനിക്കിതിൽ ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യം അല്ലെങ്കിൽ വിഷമമുള്ളൊരു കാര്യം അല്ലെങ്കിൽ
ഒരു ഡിസപ്പോയിൻമെന്റിലെ കാര്യം എന്ന് പറയുന്നത് സ്കോർപിയോ എന്നീ ലിസ്റ്റിലില്ല എന്നുള്ളതാണ്. എനിക്ക് തീർത്തും ഓടിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇന്നലെ വരെ ഞാൻ ആ വണ്ടിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വണ്ടി ഓടിക്കുകയും അതിന്റെ കാര്യം പറയും പിന്നീടാവാം. പക്ഷേ ഇനിയുള്ളൊരു കടമ്പ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. കാരണം ഞാൻ ഈ ഓടിച്ച വണ്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കാണിച്ച വണ്ടികളിൽ നിന്ന് ഏതാണ് ഇപ്പം നമുക്ക് ആധികാരികമായിട്ട് കാർ ഓഫ് ദ ഇയർ വണ്ടിപ്രാന്തൻ എന്നൊക്കെ പറയാവുന്ന നിലയ്ക്ക് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു വണ്ടി തിരഞ്ഞെടുത്ത് തരണം. അത് നിങ്ങളുടെ കമന്റായിട്ട് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടുന്ന ഒരു വണ്ടി, ആ വണ്ടി നമുക്ക് കാർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കുകയും ആ വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യാം. വീഡിയോ എന്ന് പറയുമ്പോൾ റിവ്യൂ അല്ലെങ്കിൽ ഒരു ട്രാവൽ വീഡിയോ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമന്റുകൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് കാർ ഓഫ് ദ ഇയർ തീരുമാനിക്കാൻ. ഇനി ബൈക്കിന്റെ വീഡിയോ ബാക്കിയുണ്ട്. അപ്പോൾ ബൈക്കിന്റെ വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ നല്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ നമ്മൾ എന്താണ് അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിനുവേണ്ടി നിങ്ങളുടെ കമന്റുകൾക്കായി വെയിറ്റ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.